ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ കെ.ടി. ജലീലാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയമായും സംഘടനാപരമായും വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതിൽ നിന്ന് അവർക്ക് എങ്ങനെ കരകയറാനോ അതോ ഈ പ്രസ്ഥാനം അതിൻ്റെ മറ്റൊരു തകർച്ചയിലേക്ക് നീങ്ങുമോ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നയം തെറ്റാകുമ്പോൾ ആ പാർട്ടിക്ക് അപജയം സംഭവിക്കുക സ്വാഭാവികമാണ്. ആ പാർട്ടിക്ക് ശക്തിക്ഷയം സംഭവിക്കുക പ്രകൃതിദത്തമാണ്. അതൊരു സ്വാഭാവികതയാണ്. അതിനെ ആർക്കും തടുത്തു നിർത്താൻ വേണ്ടി കഴിയില്ല. ഇതേവരെ എല്ലാ തിന്മകളെയും സമുദായത്തിൻ്റെ ഒരു മേലങ്കി ഉപയോഗിച്ചുകൊണ്ട് അവർ തടുത്തു നിർത്തി. വെള്ളത്തെ ചിറകെട്ടി തടുത്തു നിർത്തുന്നത് പോലെ ഇപ്പോൾ ചിറ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. മുസ്ലിം ലീഗിലും മുസ്ലിം യൂത്ത് ലീഗിലും ഒക്കെ തന്നെ അപസ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. പരസ്പരം അവരുടെ നേതാക്കന്മാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരോടും ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആരാരുടെ ശത്രുവാണ് മിത്രമാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ്. ഏത് നേതാവാണ് തൻ്റെ കുതികാൽ വെട്ടുക എന്ന് ആലോചിച്ച് പരിഭ്രമിച്ച് നടക്കുന്നവരുടെ കൂട്ടമായിട്ട് ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പരസ്പരം അവിശ്വസിച്ച് എത്ര കാലം അവർക്കൊരുമിച്ച് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള പോക്ക് എത്രമാത്രം ഗുണകരമാവും, അത്രമാത്രം അനായാസമാവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ലീഗിന് അവരിന്ന് പിന്തുടരുന്ന നയങ്ങളും സമീപനങ്ങളും പൂർണ്ണമായും തിരുത്തിയല്ലാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9% വോട്ടുകളാണ് മുസ്ലിം ലീഗിന് കുറഞ്ഞിരിക്കുന്നത്. ലീഗ് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകളിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് എന്നോർക്കണം. എന്നിട്ടും അവർ പരിമിതമായ സീറ്റുകളിൽ മത്സരിച്ച കാലത്ത് കിട്ടിയ വോട്ടിനേക്കാൾ 9% വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ അവരുടെ പൊന്നാപുരം കോട്ടയിലൊക്കെ തന്നെ വോട്ട് കുറഞ്ഞു. വേങ്ങരയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മണ്ഡലം, അവിടെ യഥാർത്ഥത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥി വന്നിരുന്നു എങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ തോൽക്കുമായിരുന്നു. ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ അവിടെ 25,000 വോട്ടിൻ്റെ വോട്ട് വ്യത്യാസമുണ്ടായി. എന്നാൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 15,000 വോട്ട് കിട്ടി. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി മത്സരിച്ചിരുന്നു എങ്കിൽ വേങ്ങരയിൽ പോലും ചിത്രം മാറുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഒറ്റ സ്ഥാനാർത്ഥി, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി വോട്ടുകൾ അഡീഷണലായിട്ട് വരും. മലപ്പുറം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലവും ലീഗിന് സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് കലാപം ചെയ്ത് പുറത്തു വന്ന് ഇത്രയും കാലം കേരള രാഷ്ട്രീയത്തിൽ സസ്റ്റൈനബിൾ വളരെ സുസ്ഥിരമായി നിന്നൊരാൾ താങ്കൾ മാത്രമാണ്. പക്ഷെ മന്ത്രിയായപ്പോൾ വേട്ടയാടാനായിട്ടുള്ള ശ്രമങ്ങളാണ്, പലതരത്തിലുള്ള വേട്ടയാടങ്ങൾ. ഇതിൻ്റെ എല്ലാം പിന്നിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മുസ്ലിം ലീഗിന് എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയിലും മുന്നോട്ടുള്ള പോക്കിലും വലിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. കാരണം 2 ലീഗായിട്ട് മാറിയ കാലത്ത് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് ഒരു നിയമസഭാ സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അംസാക്ക കോൺഗ്രസിൽ നിന്ന് വന്നാണ് നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ചതും മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതുമൊക്കെ. പക്ഷെ ലീഗിൽ നിന്ന് ഒരാൾ പുറത്തു വന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരു നേതാവിനെതിരായി മത്സരിച്ച് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ലീഗിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. സാധാരണ മലപ്പുറത്ത് പറയാറുള്ള ഒരു കാര്യം, ലീഗിൽ നിന്ന് പോയാൽ പോയോന് പോയിന്ന.
ഇപ്പൊ ലീഗിൽ നിന്ന് പോയാൽ പോയോൻ കഴിച്ചിലായി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. മനസ്സിലായി. 4 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ ജയിച്ചു. 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും ലീഗ് പുറത്തെടുത്തു. ലീഗുകാരനായ ഒരാളെ കോൺഗ്രസിന്റെ വേഷം കെട്ടിച്ച് BJPയുടെ 10,000-ലധികം വോട്ടുകൾ വിലക്ക് വാങ്ങി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അവസാന ശ്രമമായിരുന്നു അവരുടെ. കുറ്റിപ്പുറത്ത് 2006 ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചതിന് മധുര പ്രതികാരം വീട്ടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അവിടെയും എനിക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ബഹുജനങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണ, ഇതെല്ലാം കൂടിയപ്പോൾ BJPയെ പാട്ടിലാക്കിയിട്ടും അവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഞാൻ ചോദിച്ചത്, മന്ത്രിയായിരിക്കുന്ന കാലത്ത് താങ്കളെ വേട്ടയാടിയതിന്റെ പിന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയാണോ? PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം അറിയാതെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവും ഒരു നിലപാടെടുക്കില്ല. അദ്ദേഹം യൂത്ത് ലീഗുകാരോട് പറഞ്ഞൊരു കാര്യം, ഓനക്ക് സ്വൈരം കൊടുക്കരുതെന്ന, എനിക്ക് സ്വൈരം നൽകരുത്. അങ്ങനെയാണ് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരണങ്ങൾ നടത്തിയത്. കുടുംബ ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയില്ലേ. സത്യത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തെ മികവുറ്റതാക്കാൻ വേണ്ടി 1 വർഷത്തെ ഡെപ്യൂട്ടേഷൻ സേവനം ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചതിനെയാണ് വക്രീകരിച്ച് സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ എത്രയോ സംഭവം, 1ഉം 2ഉമല്ല, നിരവധി ഒരുപാട് സംഭവങ്ങൾ അവര് കൊണ്ടുവന്നു. അവിടെയും ചതിപ്രയോഗത്തിലൂടെയാണ് അവർക്കെന്നെ അവസാനം വേട്ടയാടലിന്റെ അന്ത്യത്തിലേക്ക് നീക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ചതിയുടെ കഥകൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നാടറിയും, ലോകമറിയും. അന്നവർ എന്നെ കുറ്റപ്പെടുത്തിയവർ മൂക്കത്ത് കൈവിരൽ വെച്ച് അവരുടെ അത്ഭുതവും അതിശയവും പ്രകടിപ്പിക്കും. അത്രയും വലിയ ഗൂഢാലോചനയും അത്രയും വലിയ ചതിയുമാണ് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ അവസാനത്തിൽ നടന്നിരിക്കുന്നത്. ഒരിക്കൽ ഞാനത് പറയും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അത് പുറത്തു കൊണ്ടുവരും. കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ നാടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളും തങ്ങളോട് ഒരു ശരിയായ നീതീകരിച്ചില്ല, അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു സ്വീകരണമല്ല, സമീപനമല്ല സ്വീകരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അവരുടെ വേട്ടയാടൽ പല സന്ദർഭങ്ങളുണ്ടായി. അടുത്ത കാലത്ത് പോലും ചില ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വേട്ടയാടലുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ കാര്യം? അതേ ആ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇവർ പ്രയോഗിക്കുകയാണോ ചെയ്തത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? മുസ്ലിം ലീഗ് കരുതുന്നത് ലീഗ് ഭരിക്കുന്ന കാലത്ത് മാത്രമേ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. മറ്റാര് ഭരിച്ചാലും ന്യൂനപക്ഷ താല്പര്യങ്ങൾ, മുസ്ലിങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. അതാണ് ലീഗ് ഇക്കാലമത്രയും മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിരുന്നു 1ാം പിണറായി സർക്കാർ. ആ 1ാം പിണറായി സർക്കാരിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഞാനാണെന്നാണ് ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുനയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ അവിടെ നിന്നതുകൊണ്ടുണ്ടായിട്ടുള്ളതല്ല. ലീഗിനെ പോലെ തന്നെ മറ്റു ചിലരും അങ്ങനെ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ ഫലമായി എനിക്കെതിരായി ഒളിയുദ്ധം നടത്തി എന്നെ സമൂഹ മധ്യത്തിൽ മോശക്കാരനായി ചിത്രീകരിച്ച്, ഞാൻ ലീഗിൽ നിന്ന് വന്ന ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യമൊക്കെ കയ്യിലിരിപ്പ് ഉണ്ടാകും, അഴിമതി നടത്തും, പൊതുമുതല് കട്ടെടുക്കും. അങ്ങനെ ഒരു ധാരണ ഇവിടുത്തെ പൊതുമാധ്യമങ്ങൾക്ക്, ചില ദൃശ്യമാധ്യമങ്ങൾക്കും ഉണ്ടായിരുന്നു. മറ്റു ചില
വർഗീയമായിട്ടുള്ള മനോഭാവവും അവരിൽ അന്തർലീനമായിരിക്കണം. അതുകൊണ്ടാവണം അവർ എനിക്കെതിരായിട്ട് എക്സ്ട്രീമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഒരിക്കലും ഒരു ആനുകൂല്യം തന്നിട്ടില്ല. നിരന്തരമായി അവർ വേട്ടയാടുകയും പിന്നിൽ നടക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ED എത്ര അന്വേഷണം നടത്തി, എന്നിട്ട് എന്തുണ്ടായി? എല്ലാ അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചില്ലേ? എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇതുവരെ 1 രൂപ പോലും എനിക്ക് പിഴ കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. കള്ളപ്പണമുണ്ടെങ്കിലല്ലേ നമ്മൾ പിഴ കൊടുക്കേണ്ടി വരിക? അവിഹിത സമ്പാദ്യമുണ്ടെങ്കിലല്ലേ നമ്മൾ പിഴ കൊടുക്കേണ്ടി വരിക? കുഞ്ഞാലിക്കുട്ടിക്ക് പറയാൻ വേണ്ടി പറ്റും അദ്ദേഹം പിഴ ഒടുക്കിയിട്ടില്ല എന്ന്? ടാക്സ് കൊടുക്കാത്ത പണം കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഭീമമായിട്ടുള്ള തുക പിഴയടച്ച് അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ED അദ്ദേഹത്തെ ഇപ്പോൾ വിളിപ്പിച്ചതല്ല, ചന്ദ്രികയുടെ കള്ളപ്പണം വിളിപ്പിക്കലുമായിട്ട് വിളിപ്പിച്ചതല്ല, അതിനു മുമ്പും വിളിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരെയും ED വിളിപ്പിച്ചിട്ടുണ്ട്, അവരുടെ അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട്. അവസാനം അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് വലിയ തുക പിഴയടച്ചാണ്. അങ്ങനെ ഒന്നും എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഞാനും 15 കൊല്ലം MLA ആയി, 5 കൊല്ലം മന്ത്രിയായി. എന്നിട്ട് എന്തേ അത് കൊടുക്കേണ്ടി വരാതിരുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അരുതായ്മകൾ ചെയ്യരുത് എന്ന് എന്നോട് പറയുന്ന പ്ലാറ്റ്ഫോമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് നിന്നിരുന്ന പ്ലാറ്റ്ഫോമിൽ അക്കാലത്ത് പോലും ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാനും കള്ളപ്പണം ഉണ്ടാക്കാനും അവിഹിത സമ്പാദ്യത്തിനും നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടി മുസ്ലിം ലീഗാണ്. അവിടെ നിന്നാൽ എന്തും ഹലാലാണ്, എന്തും അനുവദനീയമാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ, അഴിമതി നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലരെയും പുറത്താക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിൽ ഒരാളെപ്പോലും ഇത്യാദി വിഷയങ്ങളുടെ പേരിൽ പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാനായിരുന്നു എങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വശംവദനായി മുസ്ലിം ലീഗിൽ നിൽക്കുന്നതായിരുന്നു ഭേദം. എനിക്കും കൊട്ടാര സമാനമായിട്ടുള്ളൊരു വീടുണ്ടാക്കാമായിരുന്നു, എനിക്കും അത്യാർഭാടപൂർവം ജീവിക്കാമായിരുന്നു, എനിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടല്ലേ പോരാട്ടത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത്. കുറ്റിപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് ജയിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തുമെന്നൊക്കെ ആ സമയത്ത് ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നേരെ ഊളംപാറയിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ AR നഗർ ബാങ്കിന്റെ പ്രശ്നം വളരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന താങ്കളാണ്, നിലനിർത്തുന്നത് താങ്കളാണ്, അതിന് വലിയ അന്വേഷണങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയോട് ഒരു പ്രതികാരത്തിന്റെ ഒരു ഭാഗമായിട്ടാണോ അത്? അല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് AR നഗർ ബാങ്കിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അത് അങ്ങനെ ഒരു വിഷയമേ അല്ല. AR നഗർ ബാങ്കിൻ്റെ പ്രശ്നം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. AR നഗർ ബാങ്കിൻ്റെ പ്രശ്നം നിരവധി ആളുകളുടെ പേരിൽ കള്ള നിക്ഷേപങ്ങൾ നടത്തിയ പ്രശ്നമാണ്. നിങ്ങളുടെ പേരിൽ ഞാൻ എൻ്റെ കള്ളപ്പണം 1 കോടിയും 2 കോടിയും ഒക്കെ നിക്ഷേപിക്കുക, നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങളോട് പറയുക. നിങ്ങളുടെ അറിവോടുകൂടിയാണ് ഞാനത് നിക്ഷേപിക്കുന്നത് എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പേരിലിടുന്ന ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 50% നിങ്ങൾക്ക് തരും. മുതലിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, കാരണം നിങ്ങളുടേതല്ലല്ലോ. നിങ്ങളുടെ പേരിൽ അത് AR നഗർ സർവീസ് സഹകരണ ബാങ്കിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 50% നൽകും. ഈ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ള പല നിക്ഷേപങ്ങളും. മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റികളുടെ പേരിൽ നിരവധി അക്കൗണ്ടുകളുണ്ട് അവിടെ, സെക്രട്ടറി, ട്രഷറർ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അനുവാദമില്ലാതെ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടുള്ള ഹരികുമാറിന് നടത്താൻ കഴിയുന്നതല്ല. ഇക്കാര്യം
സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ വകുപ്പ് തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ കള്ളത്തരങ്ങളൊക്കെ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആരും അറിയില്ല, ഇതൊക്കെ ഞാൻ പൂഴ്ത്തും, ഈ മനോഭാവം ശരിയല്ല, ഇനി ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നരുത്. അതാണ് ഈ പോരാട്ടം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷം അതിന് നല്ല പിന്തുണയാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. എല്ലാവരെയും വിലക്കെടുക്കാൻ പറ്റും എന്നുള്ള ധാരണ ലീഗിനോ കുഞ്ഞാലിക്കുട്ടിക്കോ വേണ്ട. പണത്തിന് കീഴൊതുങ്ങാത്ത മനുഷ്യരും ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. താങ്കൾ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയൻ എനിക്ക് പിതൃതുല്യനാണെന്ന് പറയാറുണ്ട്. അടുത്ത കാലത്ത് ചില തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ. അദ്ദേഹം താങ്കളെ ഇത്രമാത്രം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ 15 കൊല്ലം ഞാൻ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നല്ലോ. പാർട്ടിയുടെ മെഷീനറി ഉണ്ട് അന്വേഷിക്കാൻ. കഴിഞ്ഞ 5 വർഷം ഞാൻ മന്ത്രിയായ കാലത്ത് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള മെഷീനറികളുണ്ട് അന്വേഷിക്കാൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം എന്നിൽ അത്തരത്തിലുള്ളൊരു വിശ്വാസം വെച്ചു പുലർത്തുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തവണ താങ്കളെ വേണമെങ്കിൽ മന്ത്രിയാക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അഗ്നിശുദ്ധിയോടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിന് തയ്യാറായില്ല. അതിന് വിഷമമില്ലേ? ഒരിക്കലുമില്ല. എനിക്ക് അങ്ങനെ ഒരു വിഷമവും എനിക്കില്ല. എനിക്കിപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിയാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗിലും കോൺഗ്രസിലും അതൊരു വല്ലാത്ത അനുഭവമാണ്, അലങ്കാരമാണ്. പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഒരു മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അതൊരു മുൾക്കിരീടം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം ശരിക്കും ഒരുതരം വീർപ്പുമുട്ടൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞ ടേമിൽ മന്ത്രിയായിരുന്ന എല്ലാവരെയും മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവന്നു. അതൊരു പൊതു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ ഞാൻ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്നെ സ്ഥാനാർത്ഥിയാക്കി. അവസാനത്തെ കഴിഞ്ഞ 5 വർഷം എന്നെ മന്ത്രിയാക്കി. അതും നല്ല വകുപ്പുകൾ എനിക്ക് നൽകി. അവരോടെന്നും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് സ്നേഹവും ആദരവുമേ ഉണ്ടാകും. താങ്കൾക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്, പാർട്ടിക്ക് താങ്കളിലും വിശ്വാസമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് CPM ചേരുന്നില്ല? CPM ചേരുക എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വം അത് മാത്രം ചൂണ്ടിക്കാണിച്ച് ബന്ധങ്ങളെ അളക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതുപോലെ നിന്നിട്ടാണല്ലോ പാർട്ടിയുടെ 2 ജാഥകളിൽ അംഗമായത്. പിന്നെ ഞാൻ എന്തിനാണ് പാർട്ടിയിൽ അംഗമാവുക എന്നുള്ള സാങ്കേതികത്വം വരിക്കുന്നത്? ആ സാങ്കേതികത്വം വരിക്കാതെയും നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനാകാൻ, സഹകരിക്കാൻ എനിക്ക് സാധിക്കുന്നു. താങ്കൾ ഒരു പൂർണ്ണ വിശ്വാസിയാണ്. പാർട്ടി മറ്റൊരു രീതിയിലാണ് പോകുന്നത്. ഈ വിശ്വാസവും ഈ കമ്മ്യൂണിസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണോ ഇതിനകത്തുള്ളത്? ഒരിക്കലും. ഞാൻ 2 തവണ സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകിയ ജാഥയിൽ അംഗമായി. ആ 2 തവണയും ഏതാണ്ട് ഒരു 30-35 ദിവസം ജാഥാംഗം എന്നുള്ള നിലയിൽ ഫുൾ ടൈമായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സമയത്തും ഞാൻ വീട്ടിൽ പോയിട്ടില്ല, ജാഥയിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. ആ സമയത്ത് ഒരു നേരത്തെ പ്രാർത്ഥന പോലും, ഒരു ദിവസം 5 നേരമാണ് പ്രാർത്ഥന, നമസ്കാരം, അതെനിക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അതിനുദ്ദേശമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യം എവിടെയായാലും ആരും ചെയ്തു തരും. നമ്മൾ വെറുതെ കരുതുകയാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന് വരുമ്പോൾ നമ്മളുടെ കൂടെയുള്ള ഏത് അവിശ്വാസിയാണെങ്കിലും അതിനെ ബഹുമാനിക്കും. സുബഹിയൊക്കെ നമസ്കരിക്കുക 5:30-6 മണിക്കാണ്, പുലർച്ചെ. എല്ലാവരും കിടന്നുറങ്ങായിരിക്കും. അപ്പോൾ EP ജയരാജന്
ഗോവിന്ദ മാഷ്, ഞങ്ങളൊക്കെ ഒരു റൂമിലാണ് ഒരു ദിവസം കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് അംഗശുദ്ധിയൊക്കെ വരുത്തി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്ക് ഇ പി ജയരാജൻ അത് മനസ്സിലാക്കി അദ്ദേഹം അവിടെ നിന്ന് മാറിക്കിടന്നിരുന്നു. കാരണം ഈ റൂമിൽ ഒരു ചെറിയ സ്ഥലം മതിയല്ലോ. അവിടെ നിന്ന് മാറിക്കിടന്നിരുന്നു അദ്ദേഹം. അത്രമാത്രം സഹകരിച്ചിട്ടുള്ളവരാണ് അവർ. അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു വിശ്വാസിക്കും ഇടതുപക്ഷവുമായി സഹകരിക്കാം. അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അവർക്ക് മാറ്റിവെക്കേണ്ടി വരില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിലെ ആളുകളോട്, ഹിന്ദുക്കളോട് നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്നോ, മുസ്ലിങ്ങളോട് നിങ്ങളൊക്കെ പള്ളിയിൽ പോകണമെന്നോ, ക്രൈസ്തവരോട് നിങ്ങളൊക്കെ ചർച്ചിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി പങ്കെടുക്കണമെന്നോ പറയില്ല. നമുക്കതിന് താല്പര്യമുണ്ടോ? നമുക്ക് പോകാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അത് വിലക്കില്ല. അതെൻ്റെ ജീവിതാനുഭവമാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പാർട്ടിയിൽ ചേരണമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് ഞാൻ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ബഹുമാനിക്കുന്നതും അവിടെയാണ്. അവർക്ക് എന്നോട് വേണമെങ്കിൽ പറയാം, ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം മത്സരിക്കണമെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ മത്സരിക്കാവൂ എന്ന് അവർ പറഞ്ഞാൽ ഒരുപക്ഷെ ഞാനത് കേൾക്കും. മാനസികമായിട്ട് അത്തരത്തിലുള്ള ഒന്നിന് ഞാൻ സന്നദ്ധനാണ്. പക്ഷേ അവരത് പറഞ്ഞില്ല. എനിക്ക് CPM-നോട് എക്കാലത്തുമുള്ള ബഹുമാനത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിദാനം അതുതന്നെയാകും. താങ്കൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അതിൽ കൂടുതൽ ആളുകളും മുസ്ലിങ്ങളാവാം, അവർ വിശ്വാസികളാവാം. അതൊരു തടസ്സമായി മാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത്? നെവർ, ഒരിക്കലുമില്ല. ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഏകദേശം ഭൂരിപക്ഷം വരുന്ന മേഖലകളിലാണ് മുമ്പ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ PP അബ്ദുള്ളക്കുട്ടി സഖാവ് ജയിച്ചത്. നേരത്തെ പാലൊളി ജയിച്ച എടപ്പാൾ പഞ്ചായത്താണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് തന്നിട്ടുള്ള പഞ്ചായത്ത്. അവിടെയൊക്കെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം ചിരപരിചിതമാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചിഹ്നത്തിൽ മത്സരിക്കണമെന്നുള്ള ഉപാധി പോലും CPIM മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതും വ്യക്തമാക്കുന്നതും അവരുയർത്തിപ്പിടിക്കുന്ന ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ മൂല്യങ്ങളാണ്. അത് ഈ നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല പാഠമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെ, CPIM-നെ പോലെ അങ്ങനെ വിശാല മനസ്സുള്ളവരാകാനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത്. താങ്കളുടെ PhD തീസിസ് മലബാർ കലാപത്തെ കുറിച്ചാണ്. അതിന്റെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പെട്ടെന്നാണ് ആ മലബാർ കലാപത്തെ ഒരു വർഗീയതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ സമുദായത്തിൽ വലിയ ചർച്ചകളും സംവാദങ്ങളൊക്കെ നടന്നു. ഇതിന്റെ പിന്നിലൊരു കൃത്യമായ ലക്ഷ്യമില്ലേ? ഈ രാജ്യത്ത് വിവിധ മതവിഭാഗക്കാരെ തമ്മിൽ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ BJP-യുടെ നേതൃത്വത്തിൽ, സംഘ് പരിവാറിൻ്റെ നേതൃത്വത്തിൽ സംഘടിതമായി വ്യവസ്ഥാപിതമായി നടന്നു വരികയാണ്. അവർക്ക് കേരളത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും വ്യത്യസ്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സുകളിലാക്കി മാറ്റം. അതിനുവേണ്ടിയാണ് അവരിപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. 1921 കലാപം കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞു, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. ഒരാൾക്ക് 100 വയസ്സായപ്പോഴാണ് അയാൾ ജനിച്ചതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ ചരിത്രകാരന്മാർ നേരത്തെ തന്നെ ഗഹനമായിട്ടുള്ള അന്വേഷണങ്ങൾ, പഠനങ്ങൾ നടത്തി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ KN പണിക്കരുടെ അതിഗംഭീരമായ പഠനമാണ്
മലബാർ കലാപത്തിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് നൽകുന്നത്. അത് വളരെ ഗാഠമായിരുന്നു, ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകം, അതൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന്, പോരാട്ട ഭൂമിയിൽ നിന്ന് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. MP നാരായണ മേനോന്റെ അനുഭവങ്ങൾ. ഇതൊക്കെ മലബാർ കലാപം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കും. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയും. കോട്ടക്കൽ ആര്യവൈദ്യശാല ആ കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സമ്പന്നമായ ഒരു സ്ഥാപനമാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാല മലബാർ കലാപം നടക്കുന്ന ആ മേഖലയുടെ ഏതാണ്ട് മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഹിന്ദു വിരുദ്ധമായിരുന്നു മലബാർ കലാപമെങ്കിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല ആക്രമിക്കപ്പെടുമായിരുന്നില്ലേ? കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓടിന് പോലും കലാപകാരികൾ കല്ലെടുത്തെറിഞ്ഞിട്ട് ഒരു പൊട്ട് സംഭവിച്ചിട്ടില്ല. വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്രത്തിൽ മലബാർ കലാപകാരികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന സംഭവം വിശദീകരിക്കുന്നുണ്ട്. കലാപകാരികളുടെ നേതാക്കന്മാർ PS വാര്യരെ കാണാൻ വേണ്ടി വരികയാണ്. അത് നേരിട്ട് നോക്കി കണ്ടയാള് പറഞ്ഞതിനെ ഉദ്ധരിച്ചാണ് ജീവചരിത്രകാരൻ എഴുതുന്നത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഏജൻസി പ്രസിദ്ധീകരിച്ചതല്ല. ആധികാരികമായിട്ട് തന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് PS വാര്യരുടെ ജീവചരിത്രം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജീവചരിത്രകാരൻ പറയുന്നുണ്ട്, PS വാര്യരെ കാണാൻ വേണ്ടിയിട്ട് കലാപ നേതാക്കന്മാർ വരുന്നു, അവരോട് ഇരിക്കാൻ പറയുന്നു, അവരിയ്ക്കുന്നു, ദീർഘനേരം സംസാരിക്കുന്നു. അവർ പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് PS വാര്യർ 500 രൂപ അവർക്ക് സംഭാവന നൽകുകയാണ്. 4-5 ചാക്ക് നെല്ല് അവർക്ക് സംഭാവന നൽകുകയാണ്. പോകുന്ന സമയത്ത് ഈ കലാപ നേതാക്കന്മാർ പറയുകയാണ്, വാര്യറച്ചൻ നമ്മളുടെ സംരക്ഷകരാണ്, അതുകൊണ്ട് ആര്യവൈദ്യശാല ഏതെങ്കിലും സാമൂഹ്യദ്രോഹികൾ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് തടുക്കേണ്ട ബാധ്യത ഖിലാഫത്ത് വോളണ്ടിയർമാർക്കാണ്. ആ കലാപം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു ആര്യവൈദ്യശാലയുടെ ഒരു കുറുന്തോട്ടിക്ക് പോലും നഷ്ടമോ കേടുപാടോ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ആ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത് അതൊരു വർഗീയ കലാപമായിരുന്നു എന്ന്. ജന്മിമാർ ഹിന്ദു സവർണ പ്രമാണിമാരായിരുന്നു. കുടിയാന്മാരിൽ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളായിരുന്നു. സ്വാഭാവികമായും ജന്മി കുടിയാൻ സംഘർഷം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ജന്മിമാരായ ഹിന്ദുക്കൾ അണിനിരക്കും, മറുഭാഗത്ത് കുടിയാന്മാരായ മുസ്ലിങ്ങൾ അണിനിരക്കും. അങ്ങനെ നടന്ന സംഘട്ടനം എന്നുള്ള നിലയിലാണ് അതിനെ മാപ്പിള ലഹളയെന്നും വർഗീയ കലാപമെന്നുമൊക്കെ ചില ആളുകൾ വിശേഷിപ്പിച്ചത്. ഇത്തരം കാര്യത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ് ഇപ്പോൾ പാലാ ബിഷപ്പിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന. വർഗീയത ഇങ്ങനെ വീണ്ടും വീണ്ടും കേരളീയ സമൂഹത്തിലേക്ക് ആഴത്തിലാഴത്തിൽ പടർന്നു തുടങ്ങിയിരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിനെ ചേർത്ത് നിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കണം. BJP ആണ് സത്യത്തിൽ അവിടെയും വില്ലൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൂടി ഒരു ഉൾപ്രേരണയിലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രസ്താവന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു എതിർ പ്രതികരണം ഉണ്ടാകും. ആ എതിർ പ്രതികരണം ഉണ്ടാകുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് BJPയുടെ നേതാക്കന്മാർ ഈ പ്രസ്താവന നടത്തിയവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അവരുടെ അടുത്തെത്തുന്നു. കേരളത്തിൽ BJPക്ക് വേരോട്ടം കിട്ടണമെങ്കിൽ, രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം അവർക്കുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടുള്ള കുറുക്കൻ തന്ത്രമാണ് BJP ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു MLA സീറ്റ് കിട്ടുക
അതിന് ആരകന്നാലും കുഴപ്പമില്ല. ഏത് മതവിഭാഗങ്ങൾ പരസ്പരം തച്ച് പിരിഞ്ഞാലും തിരക്കിടില്ല. ഏത് മതവിഭാഗങ്ങൾ ചടിവാരി പരസ്പരം എറിഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം, കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കണം, ഇവിടെ നിന്നൊരു MLA ഒരു MP അവർക്കുണ്ടാവും. പക്ഷെ അത് നടക്കില്ല. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ മതന്യൂനപക്ഷങ്ങളിലെയും മതേതരവാദികളെ, ഹൈന്ദവ സമുദായത്തിലെ മതനിരപേക്ഷവാദികളെ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തി ഇടതുപക്ഷം നടത്തുന്ന ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ തടുക്കാൻ BJPയുടെ ഈ കുൽസിത തന്ത്രങ്ങൾക്ക് സാധിക്കില്ല എന്ന് കാലം അടയാളപ്പെടുത്തും. ഒരു ചരിത്ര ഗവേഷകനാണ് താങ്കൾ. ഇപ്പൊ ഈ പറഞ്ഞ പ്രസ്താവന ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു വീണ്ടും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകളാണുള്ളത്. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഈ മുന്നേറ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മുൻകൈ ഇതിനൊരു വലിയ പ്രതിരോധം സൃഷ്ടിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചില ആളുകളുടെ കുൽസിതമായിട്ടുള്ള ബുദ്ധി അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ തള്ളിക്കളയും. അവരത് സ്വീകരിക്കില്ല. അവരുടെ മുമ്പിൽ അവരുടെ ജീവിതാനുഭവങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും എത്ര സൗഹൃദത്തിലും ചങ്ങാത്തത്തിലും കഴിയുന്നവരാണ്. അവരെ പിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നോട് തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ അച്ഛന്മാരുടെ പ്രാർത്ഥനാ പരിപാടികൾക്കൊന്നും പോകാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ്? അവിടെയൊക്കെ പറയുന്നത് വർഗീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ സിസ്റ്റേഴ്സ് തന്നെ പറഞ്ഞല്ലോ, കന്യാസ്ത്രീകൾ തന്നെ ആ കാര്യം പുറത്തു പറഞ്ഞല്ലോ. അതെ അതെ അതെ, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, മടുത്തു. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ക്രൈസ്തവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. മുസ്ലിങ്ങളിലുമുണ്ട് ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗത്തെ തമ്മിൽ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ. മുസ്ലിങ്ങളിലും ഒരു ന്യൂനപക്ഷമുണ്ട് അത്തരത്തിലുള്ള ചിന്താഗതി വെച്ചു പുലർത്തുന്നവർ. അവരാണ് ഈ ഹാഗിയ സോഫിയ വിഷയത്തിലൊക്കെ അതിര് കടന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയത്. മുസ്ലിങ്ങളിലുമുണ്ട് മതരാഷ്ട്രവാദികൾ. ആ മതരാഷ്ട്രവാദികൾ മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമം ഒരു കാരണവശാലും വിജയിക്കില്ല. മുസ്ലിങ്ങളിലെയും ക്രൈസ്തവരിലെയും ഹിന്ദുക്കളിലെയും മതതീവ്രവാദികളെ, മതഭ്രാന്തന്മാരെ ബന്ധപ്പെട്ട മതസമുദായങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒറ്റപ്പെടുത്തും. അവർ ഇടതുപക്ഷത്തിന്റെ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുന്നതിന് സാഹചര്യമൊരുക്കും. ഇത്രയും സംസാരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി മുന്നോട്ടുള്ള കേരളത്തിന്റെ പുരോഗതിക്ക് ഇടതുപക്ഷത്തിൽ ജനങ്ങൾ വിശ്വസിക്കണം, അതിൻ്റെ അടിത്തറയിൽ ഊന്നി നിൽക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരം ചിന്തകൾക്ക് കേരളത്തിൽ വ്യാപകമായ ഒരു പ്രസരണം ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. ഇടതുപക്ഷം ദുർബലമായാൽ മതനിരപേക്ഷത ദുർബലമാവുകയും വർഗീയ ശക്തികളും മതഭ്രാന്തന്മാരുടെ സംഘവും മേൽക്കൈ നേടുകയും ചെയ്യും. അത് കേരളത്തിലെ ഒരു മതവിഭാഗത്തിൻ്റെയും പുരോഗതിക്ക് ഭൂഷണമാവില്ല. ഇടതുപക്ഷത്തെ സംരക്ഷിക്കേണ്ടത്, ഇടതുപക്ഷം നിലനിൽക്കേണ്ടത്, ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ സൗഹൃദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. അത് നിലനിർത്തൽ അവരുടെ ചുമതലയും ബാധ്യതയുമാണ്. ആ ബാധ്യതാ നിർവഹണം ജനങ്ങൾ ഭംഗിയായി നടത്തും എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്ക്.